ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോണത്. ഫിസിക്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 18ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും ഒരു 2 ലോയാണ്, പിന്നെ ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റിനെ കുറിച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ലോ എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ടും എന്താണ് ലോ ആയിട്ട് ചോദിക്കും. ഇതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഓംസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകൾ നമ്മൾ ഫിസിക്സിൽ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതിലും നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 2 ലോ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് എന്ന ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഫസ്റ്റ് ഇതിൽ നോക്കാനുള്ള ലോ നമ്മൾ കറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററോട് കൂടെ കഴിഞ്ഞു. ഇനി മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഈ വരാൻ പോണത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ബയോ-സാവർട്ട് ലോ. അപ്പോൾ ഈ ലോ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കണ്ടക്ടറിലെ വൈദ്യുത പ്രവാഹം കാരണം ചുറ്റുമുള്ള ബിന്ദുക്കളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിയമം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അറിയാം വൈദ്യുതി കടത്തിവിടുന്നതാണ്. അപ്പോൾ ഈ കണ്ടക്ടറിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോ യൂസ് ചെയ്യേണ്ടത്. അതെന്തിനാണ് ഉപയോഗിക്കണേന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ബയോ-സാവർട്ട് ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഈ ലോ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ലോ അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ കറണ്ടിനെ, അതേപോലെ തന്നെ എന്താണ് ആ കണ്ടക്ടറിൻ്റെ ചെറിയൊരു ലെങ്ത്തിനെ, അതായത് നമ്മൾ എവിടെ വെച്ചിട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അവിടുത്തെ ആ ഒരു ചെറിയ ലെങ്ത്തിനെ, അതേപോലെ തന്നെ എന്താണ് ആ ഒരു ലെങ്ത്തും ഒരു പെർട്ടിക്കുലർ പോയിൻറ്റും നമ്മൾ നോക്കുന്ന ആ ഒരു പോയിൻറ്റും തമ്മിലുള്ള ആംഗിള്, അതേപോലെ ആ ലെങ്ത്തിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള ലെങ്ത്ത്, ഇത്രയും കാര്യങ്ങൾ എന്താണ് അത് ആശ്രയിച്ചിട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതാണ് ആ ലോ പറയുന്നത്. അപ്പോൾ ലോ എന്തിനാണ് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഈ ലോ പറയുന്നത്, ഒരു കണ്ടക്ടറിൽ കൂടെ ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആരൊക്കെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്, അവിടെയുള്ള കറൻറ്റിനെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി, എത്ര കറണ്ട് ഉണ്ട് അങ്ങനെയുള്ള കറൻറ്റിനെ, എന്താണ് നമ്മൾ എവിടെ വെച്ചിട്ടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ലെങ്ത്തിനെ, ആ ഒരു ലെങ്ത്തും ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ആ ഒരു പോയിന്റിലേക്ക് ഉള്ള ആംഗിള്, ആ ലെങ്ത്തും ആ പോയിന്റും തമ്മിലുള്ള ലെങ്ത്ത്, അപ്പോൾ അത് ഇതിൻ്റെ ഒരു റേഡിയസ് ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ, ഈ ലോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് dB ഈ ബി എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പോയിന്റിനെയാണ് കാണിക്കുന്നത് കേട്ടോ. dB μ0/4π × I/dl × r/r³. അപ്പോൾ ഇതൊക്കെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്, കാരണം ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ അതിൻ്റെ വെക്റ്റർ സൈനും കൂടെ കാണിക്കുന്നുണ്ട്. ഈ μ0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. L എന്ന് പറയുന്ന അവിടുത്തെ ലെങ്ത്തും R എന്ന് പറയുന്നത് ആ ചെറിയ കണ്ടക്ടറിൻ്റെ ലെങ്ത്താണ് L പറയുന്നത്. ആ ലെങ്ത്തിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ലെങ്ത്താണ് R പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബയോ-സാവർട്ട് ലോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നോക്കാനുള്ളത് ഈ ബയോ-സാവർട്ട് ലോൻ്റെ അപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഒരു ലീനിയർ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, സോളിനോയിഡ്, ടോറോയിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇങ്ങനെ ലൂപ്പുകൾ ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ആ സോളിനോയിഡ്, ടോറോയിഡ് അതിലൊക്കെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് നമ്മൾ ഈ ലോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ്.
അപ്പോൾ ലോ നോക്കുക, അതിൻ്റെ ഇക്വേഷൻ നോക്കുക, അതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ലോ ആണ് ആംബേഴ്സ് സർക്യൂട്ട് ലോ. ആംബേഴ്സ് സർക്യൂട്ട് ലോ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാ, മറ്റേതെന്നായിരുന്നു കറണ്ട് കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനായിരുന്നു. ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ കൂടെ കറണ്ട് ക്യാരിയിങ് ക്ലോസ്ഡ് ലൂപ്പിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനായിട്ട് ടു ഡിറ്റർമൈൻ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് കറണ്ട് ക്യാരിയിങ് ക്ലോസ്ഡ് ലൂപ്പ്. ഇപ്പോൾ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ്, അതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക അശോക ചക്രത്തിൻ്റെ വീലുകൾ പോലെ കാലുകൾ പോലെ നോക്കുക, അതിനാണ് ഈ ലൈൻ ഇൻ്റഗ്രൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ആ അശോകചക്രം എന്ന് പറയുന്നത് എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് ക്ലോസ് ലൂപ്പാണെങ്കിൽ ആ ലൈൻ ഇൻ്റഗ്രലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആംബേഴ്സ് സർക്യൂട്ട് ലോ ഉപയോഗിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണെങ്കിലും, ലീനിയർ കണ്ടക്ടർ ആണെങ്കിലും ക്ലോസ്ഡ് ആണെങ്കിലും. ആംബേഴ്സ് സർക്യൂട്ട് ലോ എന്ന് പറയുന്നതാണ് ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ലൈൻ ഇൻ്റഗ്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് ഈ ലോ പറയണേന്ന് നോക്കാം. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ക്ലോസ്ഡ് ലൂപ്പ് ഈക്വൽ ടു ദ മ്യൂ ടൈംസ് ഓഫ് കറൻറ്റ്. അപ്പോൾ ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പിലുള്ള ലൈൻ ഇൻ്റഗ്രലിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ കാന്തിക പ്രവാഹം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന കറൻറ്റിൻ്റെ മ്യൂ ടൈംസ് ആണ്. അതായത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന കറൻറ്റിൻ്റെ എത്രയാണോ അത്രയും ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന കാന്തിക പ്രവാഹം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ലൈൻ ഇൻ്റഗ്രൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ കാന്തിക പ്രവാഹം എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് ലൂപ്പിൽ എത്ര കറണ്ട് ഉണ്ടോ അതേ ഇൻറ്റു എന്താണ് അവിടുത്തെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി μ0, അതായിരിക്കും എന്ത് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ്, ആ ലൈൻ ഇൻ്റഗ്രലിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്. അതാണ് ആംബേഴ്സ് സർക്യൂട്ട് ലോ പറയുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് ബി എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഇൻ്റഗ്രലാണ് പറയണത്. ബി ഇൻറ്റു ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് കറൻറ്റ് I μ0 I എന്ന് പറയുമ്പോൾ എൻക്ലോസ്ഡ് കറൻറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള കറൻറ്റ്. അപ്പോൾ ഇതും എന്താണ് വെക്റ്റർ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ കൂടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ആംബേഴ്സ് സർക്യൂട്ട് ലോയും കൂടെ പറയണത്. ബയോ-സാവർട്ട് ലോ എന്താ പറയണത്, ലീനിയർ കണ്ടക്ടറിലോ അല്ലെങ്കിൽ ക്ലോസ്ഡ് കണ്ടക്ടറിലോ എന്താണ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ആംബേഴ്സ് സർക്യൂട്ട് ലോ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലൂപ്പിലെ ലൈൻ ഇൻ്റഗ്രലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമൈൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് പാരലൽ കണ്ടക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടോറോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യുക. അതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പം മെയിനായിട്ട് ആപ്ലിക്കേഷൻ ചോദിക്കാവുന്നത് ബയോ-സാവർട്ട് ലോയുടെയാണ്. നമ്മുടെ ടെക്സ്റ്റിലും ഒക്കെ ഉള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ടുള്ള 2 ലോസ് ഉള്ളത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ലോയും ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ബയോ-സാവർട്ട്സ് ലോയുടെ ഇക്വേഷൻ വരുന്നത്. dB is equal to μ0/4I ഇൻറ്റു DL ഇൻറ്റു R/R³. ബി എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പോയിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. μ0 എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് പെർമിയബിലിറ്റി, എൽ എന്ന് പറയുന്നത് ആ ലെങ്ത്ത്, കണ്ടക്ടറിലുള്ള ഒരു സ്മോൾ ലെങ്ത്ത്, I കറൻറ്റ്, ആർ എന്ന് പറയുന്നത് ആ സ്മോൾ ലെങ്ത്തും ആ പെർട്ടിക്കുലർ പോയിൻറ്റും തമ്മിലുള്ള ലെങ്ത്ത്. അപ്പോൾ അതതിൻ്റെ റേഡിയസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതൊക്കെ വെക്റ്റേഴ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് വെക്റ്റേഴ്സാണ്, അതായത് ഇതിന് ഡയറക്ഷൻ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ആംബേഴ്സ് സർക്യൂട്ടൽ ലോ. ആംബേഴ്സ് സർക്യൂട്ടൽ ലോ അനുസരിച്ചിട്ട് ഇൻ്റഗ്രേഷൻ ഓഫ് ബി ഇൻറ്റു ഡി എൽ ഈസ് ഈക്വൽ ടു μI എൻക്ലോസ്ഡ് കണ്ടക്ടർ. ബി എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ പോയിൻ്റ്, ഡി എൽ സ്മോൾ ലെങ്ത്ത്, മ്യൂ മാഗ്നറ്റിക് പെർമിയബിലിറ്റി, ഐ എന്ന് പറയുന്നത് ആ എൻക്ലോസ്ഡ് ലൂപ്പിലുള്ള കറൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എഫ് ഇസ് ഈക്വൽ ടു QVB. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ്, ക്യൂ എന്ന് പറയുന്നത് ചാർജ്,
വി വെലോസിറ്റി, ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷനിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mv²/r എന്ന് കിട്ടും. പിന്നെ r=mv/qb. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഡയറക്റ്റ് അപ്ലിക്കേഷൻ ചോദിക്കാം. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഈ റൂളൊക്കെ എന്താണെന്ന് എഴുതാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ള വേറെ റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഈ കറൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള കണക്ഷൻ പറയുന്ന വേറെ റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അതായത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ അതായത് നമ്മൾ അറിയാം ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ്, അവിടെ ഒരു ഫോഴ്സും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫോഴ്സും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങോട്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്, നമ്മുടെ ഈ 4 വിരലുകൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ എന്താണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ ഫോഴ്സ് ഉണ്ടാവുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, ഒരു ചാർജുള്ള പാർട്ടിക്കിളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F=qvb. Q എന്ന് പറയുന്നത് ചാർജാണ്, V എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി ആണ്, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ എന്തും കൂടെ വരുന്നുണ്ട്, ഒരു ഫോഴ്സും കൂടെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് പറയുന്നത്. F=qvb. F എന്ന് പറയുന്നത് ഫോഴ്സ്, Q എന്ന് പറയുന്നത് സ്മോൾ q എന്ന് പറയുന്നത് ചാർജ്, V എന്ന് പറയുന്നത് വെലോസിറ്റി, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗാൽവനോമീറ്റർ. അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ, റെസിസ്റ്ററൊക്കെ നമ്മൾ അവിടേക്ക് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ആ സർക്യൂട്ടിലെ എന്താണ് കറൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കറൻറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്, ഗാൽവനോമീറ്റർ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോൺ മാഗ്നറ്റിക് ഫ്രെയിമിൽ കോയിൽ ചുറ്റി വെച്ചിട്ടാണ് ഗാൽവനോമീറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മാഗ്നറ്റിസം ഒന്നും ഇല്ലാത്ത ഒരു നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ അതിന് ചുറ്റും ഇങ്ങനെ കോയിൽ ചുറ്റി വെച്ചിട്ടാണ് ഗാൽവനോമീറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അതെന്തിനാണ്, കറൻറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിലിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ടോർക്ക് ഉണ്ടാവാണ്. ടോർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ടോർക്കൊക്കെ എന്താ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ ടോർക്ക് മൂലം അവിടെ എന്തുണ്ടാവുന്നത്, അത് കറങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവുന്നു അവിടെ. അപ്പം അങ്ങനെയാണ് നമുക്ക് അവിടെ കറണ്ട് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഒരു നോൺ മാഗ്നറ്റിക് ഫ്രെയിമിൽ ഇങ്ങനെ കോയിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുകയാണ്, വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ടോർക്ക് ഫോം ചെയ്യും. ആ ടോർക്കിൻ്റെ ഭാഗമായിട്ട് അത് കറങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു കറണ്ടിൻ്റെ പ്രസൻസ് ഗാൽവനോമീറ്റർ വെച്ചിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യമാണ് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. 3 ലോസും പിന്നെ ഒരു ഗാൽവനോമീറ്ററിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് മസ്റ്റായിട്ട് പഠിക്കണം. എന്താണ് ലോ എന്ന് പഠിക്കണം, അപ്ലിക്കേഷൻസ് പഠിക്കണം. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ലോ എന്താണെന്ന് പറഞ്ഞ് എഴുതാനായിട്ട് ചോദിക്കാം. ഇനി അതല്ല, അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്താണ് അപ്ലിക്കേഷൻ കണക്കുകൾ ചെയ്യാനായിട്ട് ചോദിക്കാം. വലിയ തല പുകഞ്ഞ കണക്കുകളൊന്നുമില്ല, ഡയറക്റ്റ് അപ്ലിക്കേഷൻസ് തന്നെയുള്ളൂ. അപ്പോൾ ഓരോ ഇക്വേഷൻ പഠിക്കുമ്പോഴും ഇന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ടേം മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ളത് അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ടേം കണ്ടുപിടിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.